തിരുവനന്തപുരത്ത് മലയൻകീഴിൽ മകൻ്റെ മർദ്ദനമേറ്റ പിതാവ് മരിച്ചു. പൊറ്റയിൽ രാജേന്ദ്രനാണ് മരിച്ചത്. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിലാണ് രാജേന്ദ്രൻ്റെ മകൻ രാജേഷ് തലയ്ക്കടിച്ചത്. ആശുപത്രിയിലായി അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. അഖിൽ ഷാ അൻസാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി. അഖിൽ ഷാ, ഇത്തരം മക്കളുടെ അടിയേറ്റ് മരിക്കുന്ന പിതാക്കന്മാരുടെ എണ്ണം കേരളത്തിൽ കൂടുകയാണ്. ഒരു പിതാവ് എന്ന് കേട്ടാൽ ഒരു സാധാരണ പ്രസ്ഥാനമായി കാണുന്ന മക്കളുടെ എണ്ണം കൂടി വരുന്നു. എന്താണ് ഈ നാട്ടിൽ സംഭവിക്കുന്നത് അഖിൽ ഷാ അൻസാർ? എസ് കെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. അതിൽ ഏറ്റവും ഒടുവിലെത്തിയതാണ് ഈ മാസം 4 നടന്ന ഈ കാട്ടാക്കട മലയൻകീഴിൽ നടന്ന സംഭവം. അതായത് ഈ മദ്യപാനത്തിനിടെ, അതായത് പിതാവും മകനും, പിതാവ് രാജേന്ദ്രനും അതുപോലെ തന്നെ മകൻ രാജേഷും തമ്മിലുള്ള മദ്യപാനത്തിനിടെയാണ് ഇത്തരത്തിൽ ഇവർ തമ്മിലൊരു തർക്കത്തിൽ ഏർപ്പെടുകയും അത് വലിയ കയ്യാങ്കളിയിലേക്ക് മാറുകയും ചെയ്തത്. തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു തടിയെടുത്ത് പിതാവ് രാജേന്ദ്രൻ്റെ തലയ്ക്കടിക്കുകയായിരുന്നു. അതിന് പിന്നാലെ ഇദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പരിക്കേറ്റതിന് പിന്നാലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ ദിവസം വരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹത്തെ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ഗുരുതരമായ ആരോഗ്യസ്ഥിതി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഇത്തരത്തിൽ പിതാവിൻ്റെ മരണം അധികൃതർ സ്ഥിരീകരിച്ചത്. അതിന് പിന്നാലെ ഈ മലയൻകീഴ് പോലീസ് ഈ മകൻ രാജേഷിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പോലീസ് പൂർത്തിയാക്കി വരികയാണ്. ഉടൻ തന്നെ ഈ രാജേഷിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് മലയൻകീഴ് പോലീസും ഇപ്പോൾ നമുക്ക് നൽകുന്ന വിവരം. എസ് കെ. ഓക്കെ, അഖിൽ ഷാ അൻസാറാണ് വിവരങ്ങൾ നൽകിയത്. അതായത് മാതാപിതാക്കളെ മർദ്ദിക്കുന്ന മക്കളുടെ എണ്ണം കേരളത്തിൽ കൂടുന്നു എന്ന് പറയുന്നത് ഒട്ടും അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നുകൂടി ഈ മക്കൾ തിരിച്ചറിയുക. ചില ആളുകൾ പറയുന്നത് മാതാപിതാക്കൾക്ക് വിവരക്കേട് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നാണ്. പ്രായമായ മാതാപിതാക്കളെ ഇനി നന്നാക്കാൻ പറ്റുമോ? നിങ്ങളല്ലേ നന്നാകാൻ പറ്റൂ എന്നാണ് ഞാൻ മക്കളോട് ചോദിക്കുക.